എപ്പിസോഡിന്റെ തുടക്കത്തിലാവട്ടെ നമ്മുടെ കുട്ടപ്പൻ സാസുകയും സാക്കുറയും അടുത്തു വിളിച്ചിട്ട് നിങ്ങൾക്കത് കാണണോ? അത് വളരെ വലിയ രഹസ്യമാണ്. കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പെണ്ണാവട്ടെ എന്തോ തിന്നാൻ കിട്ടുന്നും പറഞ്ഞ് കുട്ടപ്പന്റെ വായിലേക്ക് കണ്ണ് രണ്ടും തള്ളി നിൽക്കുമ്പോ കുട്ടപ്പൻ ലൈറ്റ് കൊണ്ട് ടിങ് എന്നടിക്കുമ്പോ ദേഷ്യം വന്ന പെങ്കൊച്ചാവട്ടെ നിനക്ക് തലയ്ക്ക് പ്രാന്ത് മൂത്തിരിക്കാണ്, പോയി ആശുപത്രി കാണിക്കടാന്നും പറഞ്ഞിട്ട് കുട്ടപ്പനെ ചീത്ത പറയും. അപ്പൊ സാസുക അതൊന്നും മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് നടന്നു പോകുമ്പോ കുട്ടപ്പനാവട്ടെ വേറൊരു കാര്യം പറയും. കാക്കാഷിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവന്റെ മോന്ത ഇപ്പോ ഒരു കുമ്പളങ്ങ പോലെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ചോദിക്കുമ്പോ നമ്മുടെ സാസുക അതൊന്ന് ഇമാജിൻ ചെയ്യും. അപ്പൊ കുട്ടപ്പനാവട്ടെ അയ്യേ പറ്റിച്ചേ, എല്ലാരെയും പറ്റിച്ചേ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അപ്പൊ കുട്ടപ്പൻ വീണ്ടും നിങ്ങൾക്കറിയോ അവന്റെ പല്ല് നീണ്ട് ഒരാനയുടെ കൊമ്പ് പോലെ ആയാല് എങ്ങനെ ഉണ്ടാവും ചോദിക്കും. അതും നമ്മുടെ സാസുക ഇമാജിൻ ചെയ്തിട്ട് അവന്റെ തല കറങ്ങിപ്പോവും. സോ കുട്ടപ്പൻ പറയും നമുക്ക് കാക്കാഷിയുടെ യഥാർത്ഥ രൂപം കാണണമെങ്കിൽ അവൻ എന്തെങ്കിലും ഫുഡ് കൊടുത്ത് പണി പറ്റിക്കാന്നും പറഞ്ഞ് കാക്കാഷിയുടെ മുമ്പില് ഇപ്പൊ ഒരുപാട് ഫുഡ് കൊണ്ടുവെക്കും. അപ്പൊ കാക്കാഷി ആ ഫുഡിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് ഇനി എന്താ കുത്തി നിറച്ച് വെച്ചേക്കണേ, ഐസോ അതോ നാടൻ ബോംബോ ഇടിക്കട്ടെയോ? നമ്മുടെ കുട്ടപ്പനും കൂട്ടരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുന്നോണ്ട് തന്നെ ഇപ്പൊ കാക്കാഷിക്ക് നല്ല പേടിയുണ്ട്. അതിനിവര് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞങ്ങൾ അത്ര ദുഷ്ടന്മാരല്ല, കാക്കാഷി സാറ് ഇപ്പൊ റെസ്റ്റ് കഴിഞ്ഞ് വന്നതാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ കാക്കാഷി മെല്ലെ ഫുഡ് മേലേക്കെടുത്ത് നൈസായിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കും. എന്നിട്ട് പതിയെ മാസ്ക് അഴിച്ച് കഴിക്കാനായിട്ട് നോക്കും. കാക്കാഷി മാസ്ക് കൂരാനായിട്ട് റെഡി ആവുമ്പോ നമ്മുടെ ആൾക്കാര് കണ്ണ് തള്ളി നോക്കി നിൽക്കും. അപ്പൊ കറക്റ്റ് ടൈമില് അവരുടെ കുറച്ച് ഫ്രണ്ട്സ് വന്ന് ഹായ് ഹലോ ഇത് ഞാനാണ്, എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മുടെ ആൾക്കാർ കലിപ്പടിച്ചിട്ട് എന്തൊരു കഷ്ടാണ്, കറക്റ്റ് സമയത്ത് തന്നെ കേറി വന്ന് എല്ലാം നശിപ്പിച്ചെന്ന് പറയും. എന്നിട്ട് പതിയെ കാക്കാഷിയെ നോക്കുമ്പോ അവൻ ആ നിമിഷ നേരം കൊണ്ട് എല്ലാ ഫുഡും തിന്നു തീർത്തു. അപ്പൊ കുട്ടപ്പന്റെയും ബാക്കിയുള്ളവരുടെയും എക്സ്പ്രഷനൊക്കെ കണ്ട് കടയിലെ ചേട്ടനും ചേച്ചിയും ഇതെന്ത് ജന്തുക്കളാ എന്ന് വിചാരിക്കും. പക്ഷെ കുട്ടപ്പനെ ആ ചേച്ചിക്ക് ചെറുതായിട്ടൊന്ന് ഇഷ്ടാവും. അവിടെ വന്നിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ശോകമൂകമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടപ്പൻ പറയും അവന്റെ മുഖം അതെങ്ങനെയെങ്കിലും കാണണം, അതിന് എന്റെ അടുത്ത് ഒരു അടിപൊളി ഐഡിയ ഉണ്ടെന്നും കുട്ടപ്പൻ പറയും. ഇത് കേട്ട ഉടനെ നമ്മുടെ സാക്കുറ പെണ്ണ് ചാടി വീണ് കുട്ടപ്പന്റെ തലക്കിട്ട് ഒരൊറ്റ അടി. ഞങ്ങൾ ഇത്ര നേരവും അതന്നെയല്ലേ ചോദിച്ചേ, നിന്റെ വായിക്കാത്ത എന്താ പഴാണോന്ന് അവള് ചോദിക്കും. അപ്പൊ സാസുക പറയും അവന്റെ ഫേസ് കാണണമെങ്കിൽ നൈസായിട്ട് അവനെ ഫോളോ ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് തീർച്ചയായിട്ടും അവൻ മാസ്ക് അഴിക്കാതിരിക്കില്ല. അങ്ങനെ നമ്മുടെ മൂന്നാൾക്കാരും കാക്കാഷിയുടെ പുറകെ പോകുമ്പോ ആളാവട്ടെ കാവടിയൊക്കെ തുള്ളി ഒരു ബുക്ക് സ്റ്റോളിന്റെ മുൻപിൽ പോയി നിൽക്കും. അപ്പൊ കുട്ടപ്പൻ നമുക്ക് അവന്റെ അടുത്തേക്ക് പോയി നോക്കിയാലോ, തീർച്ചയായിട്ടും അവന്റെ ഫേസ് കാണാൻ പറ്റും. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ പടേന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കും. നമ്മുടെ ആൾക്കാർ പെട്ടു എന്ന് പറഞ്ഞ് തല കുനിച്ചിട്ട് പതിയെ അവനെ നോക്കും. അതേസമയം നമ്മുടെ കാക്കാഷി നോക്കിയത് അവൻ എപ്പോഴും വായിക്കുന്ന ആ ഒരു ബുക്കിന്റെ സിനിമയുടെ പോസ്റ്ററാണ്. പോസ്റ്ററൊക്കെ കണ്ട് 2 ടിക്കറ്റും എടുത്ത് ഹാപ്പി ആയിട്ട് വഴിനീളം നടന്നു പോകുമ്പോ നമ്മുടെ ആൾക്കാര് മെല്ലെ ഫോളോ ചെയ്ത് അവന്റെ പുറകെ എത്തും. പെട്ടെന്ന് നോക്കുമ്പോ നമ്മുടെ കാക്കാഷിയെ കാണാനുണ്ടാവില്ല. ഇവൻ എവിടെ പോയെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ദാണ്ട് കിടക്കുന്നു പെട്ടേന്നും പറഞ്ഞ് നമ്മുടെ ആള് അവരുടെ പുറകില്. എന്തുപറ്റി, എന്റെ കൂടെ എന്തെങ്കിലും പരിപാടിക്ക് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ആൾക്കാര് കാഷ്വൽ ആയിട്ട് ഒഴിഞ്ഞു മാറും. വീണ്ടും അവര് പ്ലാൻ ചെയ്യുമ്പോ സാസുക പറയും നമ്മൾ 3 പേരും ഒരുമിച്ച് പോകുന്നോണ്ടാണ് നമ്മുടെ പ്ലാൻ എല്ലാം പൊട്ടിപ്പോകുന്നത്, അതുകൊണ്ട് ഓരോരുത്തരായിട്ട് അവനെ ഫോളോ ചെയ്യാം. അതും പറഞ്ഞിട്ട് ആദ്യം കുട്ടപ്പനെ തന്നെ അയക്കും. അവനാവട്ടെ പതിയെ പതിയെ നമ്മുടെ മാസ്റ്ററുടെ പുറകെ ഒരു കണ്ടംപൂച്ച പോകും പോലെ പതുങ്ങി പതുങ്ങി പോവും. ഇത് ഞാൻ തന്നെ കണ്ടുപിടിക്കും, എന്തായാലും ആ ക്രെഡിറ്റ് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ പുറകെ പോയി ഒരു പോയിന്റിലെത്തുമ്പോ പെട്ടെന്ന് കാക്കാഷിയെ കാണൂല. അങ്ങനെ തോറ്റു തുന്നമ്പാടി നമ്മുടെ കുട്ടപ്പൻ തിരിച്ചു വരുമ്പോ ബാക്കി 2 പേരും നിന്നെ വിട്ടപ്പോഴേ ഞാൻ കരുതി എല്ലാം കുളമാക്കുമെന്ന്, ഇനി ഞാൻ പോകാമെന്നും പറഞ്ഞ് നമ്മുടെ സാക്കുറ ആവട്ടെ കാക്കാഷിയുടെ പിന്നാലെ പോവും. കാക്കാഷി തേർഡ് ഹൊക്കാഗയുടെ കല്ലറയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ പെണ്ണ് മെല്ലെ അവിടെ പോയി പതുങ്ങി നിൽക്കും. ഒരുപാട് നേരം നിന്നിട്ടും യാതൊരു കുലുക്കമില്ലാന്ന് കാണുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ ചാടി അവിടേക്ക് വീഴും. അപ്പൊ ദാണ്ട് കിടക്കുന്നു അത് കാക്കാഷിയല്ല, കാക്കാഷിയുടെ വെറും ഒരു പ്രതിമ. അവസാനായിട്ട് ഒരു കൈ ഞാൻ നോക്കാന്ന് പറഞ്ഞ് സാസുകയും ശ്രമിക്കുമെങ്കിലും ആളും തോറ്റുപോകും. അപ്പൊ നെക്സ്റ്റ് ഡേ കാക്കാഷിയുടെ കൂടെ എന്തോ വലിയൊരു മിഷന് വേണ്ടി നമ്മുടെ 3 ആൾക്കാരും ഹായ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ 3 ആൾക്കാരും പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി സിറ്റുവേഷനൊക്കെ മറന്നിട്ടാണ് അവര് മിഷന് പോവുക. അപ്പൊ അതേ സമയത്ത് കൊക്കിന്റെ മോന്തയുള്ള 3 പേര് മരത്തിന്റെ മേലെ ഇരുന്ന് കാക്കാഷി നോക്കും. അപ്പൊ ആ 3 വില്ലന്മാരുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും.
അവരുടെ ബോസിന്റെ 2 ശിങ്കിടികള് ഒരു പെണ്ണിനെ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവളെ ഓടിച്ച് ഒരു മലേന്റെ മേലെ കയറ്റുമ്പോ അവിടേക്ക് ബോസ് വന്ന് ഒരു റോസ് കൊടുക്കും. എന്നിട്ട് സ്റ്റൈലായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യും. അവൻ ചാടി ഡൈവ് ചെയ്ത് വരുമ്പോ കാല് തന്നെ മോന്തയടിച്ചു വീഴും. അവന്റെ മോന്തയും വീഴ്ചയും കണ്ട് നമ്മുടെ പെങ്കൊച്ചാവട്ടെ പേടിച്ചു വിറച്ച് എനിക്ക് നിന്നെ വേണ്ടാന്ന് അവന്റെ മുഖത്ത് നോക്കി പറയും. അപ്പൊ അവൻ പറയും, സത്യമായിട്ടും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഈ റോസ് മേടിച്ച് എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിക്കൂടെ എന്ന് ഡയറക്റ്റ് ചോദിക്കും. നമ്മുടെ ആഫ്രിക്കൻ ആന്റി ചാടി വന്ന് അവനെ അടിച്ചു തെറിപ്പിക്കും. അപ്പൊ ദൂരെ നിന്ന് ഒരു അശരീരി കേൾക്കും, അവക്കിഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനു നിർബന്ധിക്കുന്നേ, അവളെ അവളുടെ കാര്യത്തിന് വിടുമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ കാക്കാഷി. അതിന് അവന്മാര് ടെൻഷനായിട്ട് അത് പറയാൻ നീ ആരാണെന്ന് ചോദിച്ച് നമ്മുടെ കാക്കാഷിക്ക് നേരെ ചാടി വീഴും. അവസാനം കാക്കാഷിന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചു കെട്ടി ഇപ്പൊ 3 കൊല്ലമായിട്ട് നമ്മുടെ വില്ലന്മാര് പ്രതികാരത്തിന് നടക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതികാരം വീടണം. അതിനാദ്യം ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരുപാട് സാധനം തിന്ന് തീർത്ത് ആദ്യം പ്രതികാരം ചെയ്യും. അതേ ഹോട്ടലിലേക്ക് നമ്മുടെ ആൾക്കാരും കടന്നു വരുമ്പോ അവർക്ക് ഫ്രീ ആയിട്ട് ഹോട്ടലിലെ ആൾക്കാര് ഫുഡ് കൊടുക്കും. നമ്മുടെ കുട്ടപ്പൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അത് കടിച്ചു പറിച്ച് തിന്നാൻ തുടങ്ങും. ഈ ഫുഡില് നമ്മുടെ വില്ലന്മാരാവട്ടെ വിഷം കലർത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാര് അടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫുഡിനകത്ത് അത് കുത്തി കഴിക്കാനുള്ള സ്പൂൺ ഉണ്ടാവില്ല. ഇവിടെ കുട്ടപ്പനും ആൾക്കാരും ആവട്ടെ കാക്കാഷി തിന്നുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ മാസ്റ്ററിന് ഒരുപാട് വിശക്കുന്നില്ലേ, വേഗം ഈ ഫുഡൊക്കെ കഴിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാക്കാഷി മാസ്റ്ററെ വീണ്ടും വീണ്ടും നിർബന്ധിക്കും. കാക്കാഷി പറയും, ഞാൻ ഡയറ്റിങ്ങിലാണ്, ഒരുപാട് ഫുഡ് കഴിച്ചാല് എന്റെ സൗന്ദര്യം പോകും. കുട്ടപ്പന് കലിപ്പ് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിന് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. അതങ്ങനെ ചെന്ന് നമ്മുടെ കാക്കാഷിയുടെ ദേഹത്ത് വീഴും. കുട്ടപ്പൻ പെട്ടെന്ന്, ഉശ്ശടോ ആ വെള്ളം ദേഹത്ത് വീണോ, ഇനിയിപ്പോ എന്താ ചെയ്യാ, മുഖം പോയി കഴുകുന്നോ, ഞാൻ കഴുകിത്തരട്ടെ എന്നൊക്കെ ചോദിച്ച് ഒരു ഓസ്കാർ അഭിനയം കൂടെ നമ്മുടെ കുട്ടപ്പൻ ഇട്ട് കൊടുക്കും. കുട്ടപ്പൻ നൈസായിട്ട് കുറച്ചും കൂടെ വെള്ളം തട്ടിയിടാൻ നോക്കുമ്പോ കാക്കാഷി ആവട്ടെ ആ ടേബിൾ ഉപയോഗിച്ച് അവനെ തടഞ്ഞു വെക്കും. സാസുക പറയും, നമുക്ക് തീർച്ചയായിട്ടും അവനെ കുളിക്കാൻ കൊണ്ടുപോകാം, വെള്ളത്തിലിറങ്ങുമ്പോ തീർച്ചയായിട്ടും അവനവന്റെ മാസ്ക് കഴിക്കും, അപ്പൊ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് കാക്കാഷിയും കൂട്ടി അവര് പുഴയ്ക്കരികിലേക്ക് പോകും. അപ്പൊ പുഴയ്ക്കരികില് ഒരു പാറയുടെ ബേക്കിലായിട്ട് 3 ഉടുക്കാക്കുണ്ടന്മാർ ഇരിപ്പുണ്ടാവും. ഇവര് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട അതേ വില്ലന്മാരാണ്. അവര് കാക്കാഷിയെ നോക്കി ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ബോസ് പറയും, നമുക്ക് കാര്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഞാൻ മെല്ലെ ഈ ഒരു അമ്പിനകത്ത് വിഷം പുരട്ടി കറക്റ്റായിട്ട് അവന്റെ ബോഡിയിലേക്ക് എറിയും. ഇതവന്റെ ബോഡിയിൽ ടച്ച് ചെയ്താൽ തന്നെ അവന്റെ കാറ്റ് പോവും. ഇവിടെ പാവം പെങ്കൊച്ചാവട്ടെ അവള് പെണ്ണുങ്ങൾ കുളിക്കുന്ന ആ ഒരു കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രല്ല അവരും ഡീസന്റ് ആണ്, ആണുങ്ങൾക്ക് വേറെ സ്ഥലമാണ് കുളിക്കാനുള്ളത്. പക്ഷെ കാക്കാഷിയുടെ ഫേസ് അവക്കും കാണുന്ന ഒരുപാട് ആഗ്രഹത്തില് അവിടെയുള്ള ഒരു ഓട്ടയെ കൂടെ നമ്മുടെ പെങ്കൊച്ചാവട്ടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ പിള്ളേര് കാക്കാഷിക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. അപ്പൊ ദാണ്ട് കിടക്കുന്നു മോന്തയില് വേറൊരു ടവലും കെട്ടി നമ്മുടെ കാക്കാഷി വെള്ളത്തിലിറങ്ങും. നമ്മുടെ ആൾക്കാരുടെ പ്ലാൻ പൊട്ടിയെന്നും പറഞ്ഞ് അവര് സാഡായിട്ട് നിൽക്കുമ്പോ ഇവിടെ വില്ലന്മാരാവട്ടെ അവരെയും ചെയ്ത് ആ ഒരു നീഡില് ഒരൊറ്റ ഏറ് കറക്റ്റ് കാക്കാഷി കുനിയും. അവിടെ ഉണ്ടായിരുന്ന ഒരു തവളയുടെ നെഞ്ചത്ത് ആ സൂചി തറച്ചങ്ങ് കയറും. നമ്മുടെ ആൾക്കാർ പരസ്പരം നോക്കും. ഈ സമയത്ത് പോലും അവൻ നമുക്ക് 8ന്റെ പണി തന്നു. അതിന് കുട്ടപ്പൻ അതൊരു ശീലായി പോയി, എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ വില്ലന്മാര് നാണമൊക്കെ മറച്ച് അവരുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് വരുമ്പോ ഡ്രസ്സ് പോയിട്ട് ഒരു ജട്ടി പോലും അവിടെ ബാക്കി ഉണ്ടാവില്ല. ഇവിടെ നമ്മുടെ പെങ്കൊച്ച് സീൻ പിടിക്കാൻ വേണ്ടി ഒരുപാട് ഒളിഞ്ഞു നോക്കുമെങ്കിലും ഒന്നും കാണാൻ പറ്റൂല. അവസാനം ചമ്മി നാണം കെട്ട് അവർ ശോകമായിട്ട് അവിടുന്ന് പുറത്തേക്ക് പോകും. ഇവിടെ വില്ലന്മാരാവട്ടെ നാണം മറയ്ക്കാൻ ഒരു ടവല് പോലും കിട്ടാതെ 100-110 ഓടാനും തുടങ്ങും. അവിടുന്ന് വില്ലന്മാർ പുറത്തേക്ക് പോയി അവരുടെ മൂടും കഴുത്തൊക്കെ പൊക്കി കാണിച്ച് വീണ്ടും കാക്കാഷിയെ നോട്ട വിടും. നമ്മുടെ വില്ലന്മാർക്ക് അവിടുന്ന് ഒരു അടിപൊളി ഉടുപ്പും കിട്ടും. വേറൊന്നുമല്ല, ഒരു വലിയ ഡ്രമ്മ്. ഒച്ച വെക്കലേ ചെയ്താനെ, ഒച്ച വെക്കാതെ നമുക്ക് അവരെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ട് 3 പേരും ആ ഡ്രമ്മുമായിട്ട് തുഴഞ്ഞു പോകും. ഇനി ഇതേ വേഷത്തിൽ നിന്നാ തീർച്ചയായിട്ടും കാക്കാഷി കണ്ടുപിടിക്കുന്നു പറഞ്ഞ് നമ്മുടെ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കുട്ടപ്പൻ അടിച്ചു മാറ്റിയ ആ ഡ്രസ്സ് എടുത്ത് അങ്ങോട്ടിടും. ഇവര് 3 പേരും ഡ്രസ്സൊക്കെ ഇട്ട് കാക്കാച്ചിയുടെ അടുത്ത് ചെന്ന് എടാ 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 എന്ന് വിളിച്ച്, ഞങ്ങൾ പുതിയ നിഞ്ചകളാണ്, മണക്കൂസ് നിഞ്ചകൾ, നിന്റെ മുഖം ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോ അപ്പൊ നമ്മുടെ വില്ലന്മാര് അവരുടെ ഡ്രസ്സ് കണ്ട് അന്തം വിടും. വേറെ ആരൊക്കെയോ അവനെ തട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് പ്രതികാരം വീട്ടണം. ഈ കരയുന്ന മരുന്ന് ഞാൻ അവന്റെ ചന്തയിൽ തേച്ച് പിടിപ്പിച്ച് അവനെ കരയിപ്പിച്ച് കൊല്ലുമെന്ന് നമ്മുടെ നേതാവ് പറയും. കാക്കാഷി തിരിഞ്ഞു നിന്ന് നമ്മുടെ 3 കുട്ടപ്പന്മാരെയും ചുരുട്ടിക്കെട്ടി ഒരു മൂലക്കിടും. നിങ്ങൾ എന്തിനാ വില്ലന്മാരുടെ ഡ്രസ് ഇട്ടത്? അവര് 3 പേരുമാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. എന്ത്,
അപ്പൊ ഞങ്ങളാണെന്ന് നിനക്കറിയാമോ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ അതിന് കാക്കാഷി പറയും, തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട എനിക്ക് മനസ്സിലാവില്ലേ. അപ്പൊ പെങ്കൊച്ച് ടെൻഷനായിട്ട് ഞങ്ങളും അവരെ പിടിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്ലാൻ ഉണ്ടാക്കിയതെന്ന് ഒരു തള്ളു. ഓ മൈ ഗോഡ്, വി ആർ ട്രാപ്ഡ്. അവര് നമ്മളെ പറ്റിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ വില്ലന്മാർ ഓടാൻ നോക്കുമ്പോ പാവം കുട്ടപ്പനും സാസുകയ്ക്കും കാര്യം പിടികിട്ടൂല. ഇവരുടെ രണ്ടുപേരുടെയും കളി കണ്ട് തലവേനിച്ചിരിക്കും പാവം നമ്മുടെ കാക്കാഷി. വില്ലന്മാര് കാലേ വീണ് പൊട്ടിക്കരയുമ്പോ കാക്കാഷി ആവട്ടെ അത് മൈൻഡ് ചെയ്യാതെ അവരെ അടിച്ചോടിക്കാൻ തുടങ്ങും. വില്ലന്മാർ അടിയെല്ലാം എപ്പിന് വാങ്ങിക്കെട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോ കാക്കാഷി ചോദിക്കും, നിങ്ങളൊക്കെ ശരിക്കും ആരാ? അത് കേട്ടവര് പൊട്ടിക്കരയുമ്പോ കാക്കാഷി ആവട്ടെ വീണ്ടും പെരുമാറാൻ ആരംഭിക്കും. പിന്നെ അവിടുന്ന് അത്യാഹിതമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് നമ്മുടെ കുട്ടപ്പനും കൂട്ടുകാരും ആവട്ടെ ഡയറക്റ്റ് ആയിട്ട് കാക്കാഷിയുടെ അടുത്ത് കാര്യം ചോദിക്കും. ഞങ്ങൾക്ക് നിന്റെ ഫേസ് ഒന്ന് കാണണം, ദയവായിട്ട് ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോ അപ്പൊ ഇതിനാണോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ചുറ്റി നടന്നതെന്ന് കാക്കാഷി ചോദിക്കും. കാക്കാഷി പതിയെ അവന്റെ മാസ്ക് അഴിക്കുമ്പോ നമ്മുടെ ആൾക്കാര് കണ്ണും തള്ളി നോക്കി നിൽക്കും. അപ്പൊ ദേ കിടക്കുന്നു മാസ്കിനകത്ത് മറ്റൊരു മാസ്ക്. ഓ ഫക്ക് എന്നും പറഞ്ഞ് ശശിയായി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.